ഹായ് വെൽക്കം ബാക്ക് ടു ടാങ്കോ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മുടെ ലോഡിൽ വന്നിട്ടുള്ള ആപ്രിക്കോട്ട് റോസാണ് കേട്ടോ. അത് അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് ആപ്രിക്കോട്ട് റോസിൻ്റെ വരുന്നത്. ഇത് നമ്മുടെ ലോഡിലുള്ള പ്ലാന്റാണ്. ഈ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത്. നല്ലൊരു ചെങ്കൽ നിറത്തിലുള്ള റോസാണ് കേട്ടോ. രണ്ടാമതായിട്ട് ഏവരുടെയും മനം കവരുന്ന ഒരു വെറൈറ്റി റോസാണ് ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആയി നിൽക്കുന്നത് കണ്ടോ, എന്ത് രസമല്ലേ കാണാനായിട്ട്. അടിപൊളി പൂക്കളാണ്, നിറയെ ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും കേട്ടോ. നിറയെ ഇതൊരു ബ്രാഞ്ചിലുണ്ടായി നിൽക്കുന്ന പൂക്കളാണ് 5 അതിലടുത്തൊരു മൊട്ട് വിരിയാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് റെയറായിട്ട് മാത്രം കണ്ടുവരുന്ന ഈ ഒരു ഓർക്കിഡ് റോസാണ് കേട്ടോ. വൈറ്റ് ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ്. നമുക്ക് വളരെ കുറച്ച് തൈകൾ മാത്രമേ ഇപ്പോൾ വൈറ്റ് ഓർക്കിഡ് റോസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ. 5 പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന 5 പേർക്കായിരിക്കും ഈ പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരാം കേട്ടോ. നമ്മുടെ ഓർക്കിഡ് റോസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക പിങ്ക് ഓർക്കിഡ് റോസ് ആയിരിക്കും അല്ലേ, പിങ്ക് ഷെയ്ഡിലുള്ളതാവും കണ്ടിട്ടുണ്ടാവുക. നമ്മുടെ സാധാ ഓർക്കിഡ് റോസിൻ്റെ അതേ സെയിം വൈറ്റ് ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ് കേട്ടോ. നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റി കൂടെയാണ് വൈറ്റ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള 5 പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഡയമണ്ട് പിങ്ക് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയുടെ തൈകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ സ്മെല്ലിനെ കുറിച്ചിട്ട് എടുത്തു പറയേണ്ടതാണ്. അപാര സുഗന്ധമാണ്. നമ്മുടെ പനിനീർ റോസ് എങ്ങനെയാണോ സ്മെല്ലുണ്ടാവുക അതേ സെയിം, അതിനേക്കാളും എന്തോ ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഈ ഒരു റോസിനുള്ളത്. പിന്നെയുള്ളത് റൂബി ഓറഞ്ചാണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് റൂബി ഓറഞ്ചാണ്. നല്ല ഡാർക്കായിട്ടുള്ള ഓറഞ്ച് കളറാണ് റൂബി ഓറഞ്ച് റോസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലത്തെ ലെയർ ഒരു വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും കണ്ടോ, വൈറ്റ് കളറായിരിക്കും അടിയിലെ ലെയർ വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇതാ കണ്ടില്ലേ, വൈറ്റ് ഷെയ്ഡ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് മണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലില്ലാത്ത സെൻറ്റഡ് റോസ് വെറൈറ്റിയാണ് കേട്ടോ. പെർഫ്യൂമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ റോസ് യൂസ് ചെയ്യുന്നുണ്ട്. സെൻറ്റഡ് റോസാണ്. ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. ബഡ് ചെയ്ത പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയാണ്. അത്യാവശ്യം പൂക്കൾക്ക് വലിപ്പവും ഇതളുകളും ഒക്കെ ഉണ്ട്. സ്മെല്ലിൻ്റെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ലാന്നേ ഉള്ളൂ ഈ ഒരു റോസ് വെറൈറ്റി. ഒരു റെഡിഷ് മയോണ്ട് ഒരു ബ്രൗൺ കളർ ലീഫും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റോസിന് വരുന്നത്. മൊത്തത്തിൽ കാണാനായിട്ട് ഒരു ആനച്ചന്തം ഉണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു പ്ലാന്റ്. പിന്നെന്താ, ഇത് സെൻറ്റഡ് റോസാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പൂക്കളുടെ രാജകുമാരി എന്ന് തന്നെ പറയാം, റെഡ് പിനാക്കിയോ റോസാണ് കേട്ടോ. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന റെഡ് പിനാക്കിയോ റോസിൻ്റെ തൈകളുണ്ട്. അതുപോലെ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ബുള്ളറ്റ് റോസ് എന്നറിയപ്പെടുന്നതാണ്. ഫ്ലോറിബണ്ട റിച്ചർഡ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.